ഹായ് ഹാപ്പി സൺഡേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് വെക്കുക എന്നുള്ളത്. അത് പണ്ട് തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കുള്ളൂ. ഒരാഴ്ചയിൽ ഫ്ലവർ വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്ലവർ വെച്ചില്ലെങ്കിൽ എനിക്ക് മുറിയുടെ അകത്തൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ചെയ്യുന്നത്? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബൈബിൾ വെച്ചേക്കുന്ന സൈഡിലുണ്ടോ ഞാനിപ്പോൾ ഈ ഫ്ലവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. വെറുതെ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ വെയ്സോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊന്ന് വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് ഫ്ലവർ ഇട്ട് വെക്കുക. മുറ്റത്തുനിന്ന് എന്തെങ്കിലും ചെടികളുടെ ലീഫോ എന്തെങ്കിലും എടുത്ത് അത് രണ്ടെണ്ണം വെക്കുമ്പോൾ റൂം അടിപൊളിയായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുകൂടാതെ തന്നെ ബൈബിളിൻ്റെ താഴെ ഒരു ബോക്സ് ഉണ്ട്, ബൈബിളിൻ്റെ വചനങ്ങൾ വെച്ചിരിക്കുന്ന. ആ ബോക്സിൽ നമ്മൾ വചനങ്ങൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഞാനോ കുട്ടികളോ എഴുതി വെക്കും. ഞാനല്ല ഇപ്പം കൂടുതൽ എഴുതുന്നത് വെസ്റ്റേണോ സ്കോട്ട്ലൻഡായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് അതും ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ ഞാനെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയാണെങ്കിലും ബൈബിൾ വായിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. അതിൻ്റെ പുറമെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ബൈബിളിൽ ഓരോ വചനങ്ങളെങ്കിലും നമ്മുടെ കണ്ണിൽ അക്ഷരങ്ങളെങ്കിലും ഉടക്കാതെ പോകില്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും സൺഡേ അടിച്ചു പൊളിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ